ദിശ അക്കാഡമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് GDയുടെ ഒരു പ്രാക്ടീസ് സെറ്റാണ്. നിങ്ങളെല്ലാവരും എക്സാമിന് വേണ്ടി സൂപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുകയെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ക്ലാസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മുടെ കോൺഫിഡൻസ് നന്നായിട്ട് ബിൽഡ് ചെയ്തിട്ട് തന്നെ പോകണം. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരാൾ 100% പഠിച്ചു എന്ന് പറഞ്ഞ ഒരാൾക്ക് ജോലി കിട്ടണമെന്നില്ല. പക്ഷേ ഒരാൾ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യം കറക്റ്റാണെന്ന് പറയുന്ന ഒരാൾക്കും കറക്റ്റാണെന്ന് നമ്മൾ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ പാനിക് ആവുന്ന ഒരാൾക്ക് നമുക്ക് വിചാരിച്ച അത്ര ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റത്തില്ല എക്സാമിന്. പക്ഷേ കോൺഫിഡൻ്റ് ആയിട്ട് ഓക്കെ എന്ത് വന്നാലും ഞാൻ ഫേസ് ചെയ്യും, എന്ത് വന്നാലും ഞാൻ എഴുതുമെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും നമുക്കൊരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരിക്കലും ഇനിയുള്ള ടൈമിൽ പാനിക് ആവാതിരിക്കുക. ലാസ്റ്റ് മിനിറ്റ് ഇപ്പോൾ എക്സാമിൻ്റെ തലേ ദിവസം 2 ദിവസം മുമ്പൊന്നും മോക്ക് ടെസ്റ്റ് എടുക്കരുത്, നിർത്തിവെക്കുക. എന്നിട്ട് പ്രീവിയസ് ഇയേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യാം. ഓക്കെ, നമുക്ക് അതുകൊണ്ട് ഒരു ചെറിയൊരു കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, അത് നമുക്ക് സോൾവ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ സോൾവ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കിയേ. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ മിസ്സിംഗ് നമ്പർ ഫ്രം ദ ഗിവൻ സീരീസ്. അപ്പോൾ ഇതിലെ മിസ്സിംഗ് നമ്പർ സെലക്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് സമയം തരാം. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്യാൻ നോക്കിയേ, ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ നോക്കിയേ. ഒരുപാട് സമയം എടുക്കരുത്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ചെയ്യാൻ നോക്കിയേ. ഓക്കെ, കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് സമയം തരുന്നില്ല നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യമേ അടുത്തടുത്തുള്ള നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. അടുത്തുള്ള നമ്പർ ആകുമ്പോൾ നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യേണ്ടത് മൈനസ് ചെയ്ത് നോക്കുക. ഇത് തമ്മിലുള്ള മൈനസ് ചെയ്യുമ്പോൾ 3 കിട്ടും. ഇവർ തമ്മിൽ മൈനസ് ചെയ്യുമ്പോഴോ ഒരു 9 ആണ് വരുന്നത്. ഇവർ തമ്മിൽ മൈനസ് ചെയ്യുമ്പോഴോ നമുക്കൊരു 27 ആണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇനി ഇവർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? നമ്മൾ ഇതിവിടെ കിട്ടിയേക്കുന്ന 3 × 3 ആണ് 9, 9 × 3 ആണ് 27. അപ്പോൾ 27 × 3 ആണ് അടുത്തത് വരിക. 27 × 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? 81 ആണ് കിട്ടുക. 81. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി 89 ഉണ്ട്, അതിൻ്റെ കൂടെ 81 കൂടെ ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 170 ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ 4 ആണ് ആൻസർ. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ അല്ലേ, വലിയ വ്യത്യാസമൊന്നുമില്ല. കുഞ്ഞു നമ്പേഴ്സാണ് വ്യത്യാസമായിട്ട് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻസ് എടുത്ത് നോക്കുക. ഓക്കെ ആണല്ലോ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ബൈ ഇന്റർചേഞ്ചിങ് ദ ഗിവൺ 2 നമ്പേഴ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ വിൽ ബി നോട്ട് കറക്റ്റ്. അപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ 4നെയും 6നെയും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ കറക്റ്റായിട്ട് വരാത്ത ഏത് ഇക്വേഷൻ ആണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം തരാൻ നിങ്ങളൊന്ന് ചെയ്തേ. എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? ജസ്റ്റ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. 4ഉം 6ഉം മാത്രം ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈക്വൽ ടുൻ്റെ അപ്പുറത്തുള്ള നമ്പർ കിട്ടാത്ത ഒരു ഓപ്ഷനാണ്, നോട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ചെയ്യാൻ നോക്കിയേ, പെട്ടെന്ന് ചെയ്യാൻ നോക്കിയേ. ഞാൻ കുറച്ച് മാറി നിൽക്കാം, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണത്തില്ലല്ലോ. ഓക്കെ, പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ ഏതാണ് ആൻസർ ആയിട്ട് വരിക എന്ന്. ഓക്കെ, ചെയ്യുന്നുണ്ടോ? വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, ഒരു എക്സാമിന് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം വരുന്നത്. കാരണം അതിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 6ഉം 4ഉം ആണ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ 4 ഡിവിഷൻ 2 പ്ലസ് 6 × 3 ഈക്വൽ ടു, നമ്മൾ 4 ഡിവിഷൻ 2 ആകുമ്പോൾ 2, 2 പ്ലസ് 6 × 3 ആകുമ്പോൾ 18, 18 പ്ലസ് 2 20 ആയിരുന്നു വരേണ്ടിയിരുന്നത്. ഇത് വരുന്നില്ല. അപ്പോൾ നമ്മുടെ നോട്ട് കറക്റ്റ് ആൻസർ കിട്ടുന്ന ഫസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കിയൊന്നും നോക്കണ്ട, ബാക്കിയെല്ലാം നമുക്ക് കിട്ടും. ഇവിടെ ജസ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ ജസ്റ്റ് ചുമ്മാ നോക്കുവാണ്. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ നോക്കരുത്. ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ കാണിച്ചു തരുവാണ്. 4 പ്ലസ് 6 × 8 മൈനസ് 7, 4 6 × 8 48, 48ഉം പിന്നെ ഇവിടെ നിന്ന് നമ്മൾ 3 കുറയ്ക്കണം. 3 കുറയ്ക്കുമ്പോൾ എത്ര? 45 കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ, നോട്ട് കറക്റ്റ് ആൻസർ കിട്ടാത്തത് ഓപ്ഷൻ എക്കാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ,
In the following question, select the related letters from the given alternatives. അപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് സമയം തരാം, ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. പെട്ടെന്ന് കിട്ടുന്ന ഉത്തരമാണ്, ഒരുപാട് സമയം നിങ്ങൾക്ക് വേണ്ടി വരത്തില്ല. ഓപ്ഷൻ കാണുമ്പോഴേ ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരുപാട് ടൈം അതുകൊണ്ട് തന്നെ ഞാൻ തരത്തില്ല. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ നോക്കുമ്പോൾ ഐ കഴിഞ്ഞിട്ടല്ലേ ജെ, ഐ കഴിഞ്ഞിട്ട് ജെ. അപ്പോൾ എയും ഏതോ ഒരു വേർഡ് കഴിഞ്ഞിട്ടാണ് എ വരിക. അതേതാണ്? ഇസഡ് കഴിഞ്ഞിട്ടാണ് എ വരിക. ഇസഡ് വരുന്ന ഒരേ ഒരു ആൻസർ അല്ലേ ഉള്ളൂ. പിന്നെ അടുത്തതും കൂടെ കണക്റ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. യു വി ഡബ്ല്യു എക്സ് ആണ്, വി ഡബ്ല്യു എക്സ്. അപ്പോൾ ഇവിടെ വൈ ആണ്, വൈ ഇസഡ് എ ബി. മൂന്നാമത് നിൽക്കുന്ന വേർഡാണ് ബി. ഇവിടെ മൂന്നാമത് നിൽക്കുന്ന വേർഡാണ് എക്സ്. യു കഴിഞ്ഞിട്ട് മൂന്നാമത് നിൽക്കുന്ന വേർഡാണ് എക്സ്. അപ്പോൾ കറക്റ്റ് ആൻസർ ആണ്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ 2 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാൻ നോക്കിക്കേ. Which of the following group of letters when sequentially placed from left to right will complete the given series? അപ്പോൾ നമ്മൾ ഇതിനെ ലെഫ്റ്റ് ടു റൈറ്റ് അറേഞ്ച് ചെയ്യുവാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വേർഡ്സും അതേ ഓർഡറിൽ തന്നെയാണ് ഓപ്ഷൻ എഴുതിയേക്കുന്നത്. ഏതാണ് കറക്റ്റ് ആയിട്ട് വരിക? അപ്പോൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ എസ് കഴിഞ്ഞിട്ട് ഡാഷ് കഴിഞ്ഞിട്ട് ടി ടി വരുവാണ്. ഓക്കെ, ഞാനിത് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കാരണം എനിക്ക് തോന്നുന്നു കുറച്ച് വിസിബിലിറ്റിയുടെ ഒരു കുറവ് വരുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമ്മളിവിടെ എസ് കഴിഞ്ഞിട്ട് ഡാഷ് ടി ടി യു യു വി വി എസ് എസ് ടി ടി യു യു വി വി എസ് എസ് ടി ഡാഷ് യു ഡാഷ്, ആ ഡാഷ് കഴിഞ്ഞിട്ട് പിന്നെ വി വി എസ് എസ് ടി ടി യു യു വി വി എസ് എസ് ടി ടി കഴിഞ്ഞിട്ട് യു യു ഡാഷ് വി. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ എസ് ഡാഷ് ടി ടി എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ എസ് ഡാഷ് ടി ടി എന്ന് പറഞ്ഞാൽ എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പിന്നെ ഇവിടാണ് എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 എസ് കഴിഞ്ഞിട്ടാണ് 2 ടി വരിക. അപ്പോൾ അവിടെ നിന്ന് മനസ്സിലായി ഇവിടെ ഒരു എസ് ആയിരിക്കും. എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻ മാത്രം മതി, ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് വേണ്ട. ഓക്കെ, ഒരു എസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഡാഷ് വരുന്നത് എസ് എസ് ടി കഴിഞ്ഞിട്ടാണ് ഡാഷ്. നമുക്കറിയാം എസ് എസ് ടി ടി ആണ്. അപ്പോൾ ഇവിടെ ടി ആണെന്ന് മനസ്സിലായി. അപ്പോൾ രണ്ടാമത്തത് എസ് ടി ആണ് വരേണ്ടത്. ഇനി അടുത്തത് ഇവിടെ യു കഴിഞ്ഞിട്ടാണ് ഒരു ഡാഷ്. നമുക്കറിയാം എസ് എസ് ടി ടി കഴിഞ്ഞിട്ട് 2 യു ആണ് വരിക. ഇവിടെ ഒരു യു, ഇവിടെ ഒരു യു. അപ്പോൾ ഇവിടെ എസ് ടി യു ആണ് വരിക. എസ് ടി യു വരുന്ന ഓപ്ഷൻ ആണെങ്കിൽ സെക്കൻഡ് ഓപ്ഷനാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തത് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ യു യു കഴിഞ്ഞിട്ട് 2 വി ആണ് വരുന്നത്. ലാസ്റ്റ് ഒരു വിയും കൂടെയാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 2 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും കൺസെപ്റ്റ് ഓക്കെ ആയല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. റെപ്പറ്റീഷൻ, ഓരോരോ പാറ്റേൺ, ഓരോരോ സെറ്റ് ആയിട്ടായിരിക്കും ഇത് തന്നിരിക്കുന്നത്. ആ ഒരു സെറ്റ് കണ്ടുപിടിച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഒരു സീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വായിച്ചു നോക്കിയേ. 6 ഫ്രണ്ട് എ ബി സി ഡി ഇ ആൻഡ് എഫ് ആർ sitting around a circular table facing away from the center. A is sitting to the immediate right of B. അപ്പോൾ ആദ്യമേ ചെയ്യേണ്ട 6 ഫ്രണ്ട്സ് ഉണ്ട്, സർക്കുലർ ടേബിളാണ്, ഫേസിങ് അവേ ഫ്രം ദ സെൻറ്റർ ആണ്. ഓക്കെ, ഞാൻ കുറച്ച് സമയം തരാം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്തേ, പെട്ടെന്ന് ചെയ്യാൻ നോക്കിയേ ക്വസ്റ്റ്യൻ. ഓക്കെ,
അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 6 ഫ്രണ്ട്സിൻ്റെ കേസാണ് സർക്കുലർ ടേബിൾ. അപ്പോൾ 6 ആകുമ്പോൾ നമ്മളിങ്ങനെ 6 സർക്കിൾ വരയ്ക്കുന്നതിനെക്കാട്ടി ഇങ്ങനെ വരെ നമ്മൾ ക്രോസ് ചെയ്ത് വരയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ സിറ്റിംഗ് അറൗണ്ട് എ സർക്കുലർ ടേബിൾ ഫേസിങ് എവേ ഫ്രം ദ സെൻറ്റർ ആണ്. ഇതെല്ലാം എവേ ഫ്രം ദ സെൻറ്റർ ആണ്. ഓക്കെ. എ ഈസ് സിറ്റിംഗ് ടു ദ ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് ബി. എ ഈസ് സിറ്റിംഗ് ടു ദ ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ബി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇമീഡിയറ്റ് റൈറ്റിലാണ്. ഇമീഡിയറ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ എ ഇവിടെ വരും. ഓക്കെ. ഇനി അടുത്തത് എഫ് ഈസ് എക്സാക്ട്ലി ബിറ്റ്വീൻ സി ആൻഡ് ഡി. ഡി ഈസ് ടു ദ ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഇ. അപ്പോൾ ഡി ഈസ് ടു ദ ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഇ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഹൂ സിറ്റ് ടു ദ ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് ഇ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എടുത്തത് കണക്ഷൻ ഇല്ലാത്തൊരു പോയിന്റ് ആയിപ്പോയി. അപ്പോൾ നമുക്ക് അടുത്തത് എന്ത് ചെയ്യാം? എഫ് സിറ്റ് എക്സാക്ട്ലി ബിറ്റ്വീൻ സി ആൻഡ് ഡി എന്ന് പറയുന്നുണ്ട്. ഡി ഈസ് ടു ദ ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് ഇ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് ക്യാൻസൽ ചെയ്തിട്ട് എയും ഇയും കൂടെ ഡിയും ഇ. ഡി സിറ്റ് ടു ദ ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഇ. ഇ ഞാൻ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഡി ഇവിടെ വരും. എഫ് സിറ്റ് എക്സാക്ട്ലി ബിറ്റ്വീൻ സി ആൻഡ് ഡി. ഞാനിപ്പോൾ ഇവിടെ എഫ് എടുക്കുകയാണ്, സി ഇവിടെ എടുക്കുമ്പോൾ എക്സാക്ട്ലി ഇൻ ബിറ്റ്വീനിലായി. നമുക്ക് വേറെ പോസിബിലിറ്റീസ് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് ഇത് ജസ്റ്റ് എഫ് എക്സാക്ട്ലി ബിറ്റ്വീൻ സി ആൻഡ് ഡി ആയി. ഇനി അടുത്തത് എന്താ? എ ഈസ് സിറ്റിംഗ് ടു ദ ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് ബി. എ ഈസ് സിറ്റിംഗ് ടു ദ ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബി ഇവിടെ എടുത്താൽ എ ഇവിടെ വരും. ഓക്കെ ആണല്ലോ? ഇത്രയും കിട്ടിയല്ലോ. ഇനി ഹൂ ഈസ് സിറ്റ് ടു ദ ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് ഇ. ഈയുടെ ഇമീഡിയറ്റ് റൈറ്റിൽ ആരാണ്? നമ്മൾ ഇങ്ങനെ വേണം നോക്കാൻ. സൗത്തിലോട്ടാണ് ഈ ഫേസ് ചെയ്തേക്കുന്നത്. ഇമീഡിയറ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഏത് വരും? ബി ആണ് നമുക്ക് ഇമീഡിയറ്റ് റൈറ്റിൽ വരുന്നത്. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഏത് ഡയറക്ഷനാണ്? സൗത്ത് ഡയറക്ഷനാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റൈറ്റ്, നമ്മുടെ നോർത്ത് ഡയറക്ഷൻ എടുക്കുവാണെങ്കിൽ നമ്മൾ വ്യത്യാസം വരും. നോർത്തിലെ റൈറ്റ് ആണ് സൗത്തിലെ ലെഫ്റ്റ് ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ചെയ്ത് വരും. അപ്പം അങ്ങനെ ആലോചിച്ച് എഴുതാവും. ഓക്കെ ആണല്ലോ? ഇത്ര എഴുതിയല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ചെയ്യാൻ നോക്കിയാൽ ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ മിസ്സിംഗ് നമ്പർ ഫ്രം ദ ഗിവൺ സീരീസ്. തന്നേക്കുന്നതിൻ്റെ മിസ്സിംഗ് നമ്പർ കണ്ടുപിടിച്ച് എഴുതുക. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്, അടുത്തടുത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഉറപ്പായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, പെട്ടെന്ന് ചെയ്യാൻ നോക്കിയേ. തമ്മിൽ അടുത്തടുത്ത് വരുന്ന നമ്പർ ആകുമ്പോൾ ഒന്നുകിൽ പ്ലസ് ചെയ്യുന്ന അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്നതായിരിക്കും. ഇത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ എന്താണ് ഡിഫറൻസ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ചെയ്യാൻ നോക്കിയേ. Okay, അപ്പോൾ the following question select the missing number from the given series. given series ന്റെ മിസ്സിംഗ് നമ്പർ നമ്മൾ കറക്റ്റ് ആയിട്ട് എടുക്കാനാണ്. ഇവർ നമ്മളുടെ വ്യത്യാസം എടുക്കുക. ഇവർ നമ്മളുടെ വ്യത്യാസം ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്ര ആണ്? 68 ആകുമ്പോൾ നമ്മൾ 70 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 30 32ന്റെ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ 68 ആണ്. അപ്പോൾ 70 കൺസിഡർ ചെയ്താൽ ഒരു 30 അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 33ന്റെ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഒരു 34ന്റെ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഒരു 70 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു 30ന്റെ വ്യത്യാസമുണ്ട്. പിന്നെ ഒരു 4 പിന്നെ ഒരു 1 കൂടെ ആകുമ്പോൾ 35ന്റെ വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു 36ന്റെ വ്യത്യാസം. കാരണം 32 31 34 35 36 ആയിരിക്കുമല്ലോ അടുത്ത നമ്പർ. അപ്പോൾ 866 36 കുറച്ചാൽ ആ സീറ്റ് 0 വരുന്ന നമ്പർ ആയിരിക്കും. ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ 36 ആണ് കുറയ്ക്കുന്നത്. അപ്പോൾ 830 ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ 3 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓപ്ഷൻ 3. ക്ലിയർ ആയല്ലോ? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യന് എല്ലാവർക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് സിലോഗിസം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ചെയ്യാൻ നോക്കിയ ക്വസ്റ്റ്യൻ. സം എം ആർ ഇസഡ് നോ ഇസഡ് ഈസ് ആർ. കൺക്ലൂഷൻ ഓൾ എം ആർ ആർ ഓൾ ആർ ആർ ഇസഡ് സം എം ആർ നോട്ട് ആർ. അപ്പോൾ ഇതിൽ ഏത് കൺക്ലൂഷനാണ് വരിക? ഇതാണ് ചോദ്യം. ഓക്കെ,
ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. സം എം ആർ ഇസഡ്, ഞാൻ വെനീസ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഈ മെത്തേഡ് യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾ പഠിച്ച മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി. ആൻസർ മാത്രം ചെക്ക് ചെയ്യുക. നിങ്ങൾ സർക്കിൾ മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, വെൻ ഡയഗ്രാം മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അത് യൂസ് ചെയ്താൽ മതി. ഓക്കെ, സം എം ആർ ഇസഡ്. സം എം ആർ ഇസഡ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 ഇസഡ് കൊടുക്കുക. നോ ഇസഡ് ഈസ് ആറ്. ഇസഡിൻ്റെ താഴെ എല്ലാം റോസ് ആയിരിക്കണം ആറിന്. ഇനി കൺക്ലൂഷൻസ് എന്താ? ഓൾ എം ആർ ആറ്, എല്ലാ എമ്മും ആറാണെന്നാണ്. പക്ഷെ ഇവിടെ ആറില്ലല്ലോ, തെറ്റാണ്. ഇനി അടുത്ത രണ്ടാമത്തെ കൺക്ലൂഷൻ, ഓൾ ആർ ആർ ഇസഡ്, എല്ലാ ആറും ഇസഡ് ആണ്, അതും തെറ്റല്ലേ? ആറും ഇസഡിലോട്ട് നോക്കുമ്പോൾ അവിടെ എല്ലാം ക്രോസ് ആണ്. ഇനി അടുത്ത സം എം ആർ നോട്ട് ആർ. സം എം ആർ നോട്ട് ആർ കറക്റ്റ് ആണല്ലോ, അപ്പോൾ ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കൺക്ലൂഷൻ 3 മാത്രമേ കറക്റ്റ് ആയിട്ട് നമുക്ക് വരുന്നുള്ളൂ. അതാണ് ഓൺലി കൺക്ലൂഷൻ 3 ഫോളോസ് ആണ്. ഓൺലി കൺക്ലൂഷൻ 3 ഫോളോസ്. ഓപ്ഷൻ 4 ആണ് ഓൺലി കൺക്ലൂഷൻ 3 ഫോളോസ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തത് നമ്മൾ ഫിഗറിൽ വാല്യൂസ് ഇങ്ങനെ മാറി മാറി പോവുകയാണ്. ഫൈനലി ആ വാല്യൂ എത്ര ആയിരിക്കും വരിക, ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വരിക, ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു നമ്പറോ ഒരു സൈനെയോ ശ്രദ്ധിക്കുക. ആകെ ഒരു സൈനും ഒരു നമ്പറേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒന്നുകിൽ 4ൻ്റെ മൂവ്മെൻറ്റ് നോക്കുക, അല്ലെങ്കിൽ മൈനസിൻ്റെ മൂവ്മെൻറ്റ് നോക്കുക. ഏതെങ്കിലും ഒന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കറക്റ്റ് കിട്ടും. ഓക്കെ, അത് പെട്ടെന്ന് ചെയ്യാൻ നോക്കിയപ്പോഴേ. ഓക്കെ, പെട്ടെന്ന് ആൻസർ പറയാം, അങ്ങനെ ഒരുപാട് സമയം വേണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് 4 ഞാൻ നോക്കുകയാണെങ്കിൽ 4 ഒരു യൂണിറ്റ് ഇങ്ങോട്ട് മാറി, 4 ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞാൽ റൈറ്റിലോട്ട് ഒരു സ്റ്റെപ്പ് മാറി, പിന്നെ വീണ്ടും അത് മുകളിലോട്ട് ഒരു സ്റ്റെപ്പ് പോയി, പിന്നെ വീണ്ടും അത് മുകളിലോട്ട് ഒരു സ്റ്റെപ്പ് പോയി. അപ്പോൾ അതിനർത്ഥം ഇനി ഇവിടെ വരുമെന്നല്ലേ. അപ്പോൾ ഇവിടെ വരുന്ന ഒരേ ഒരു ഓപ്ഷനേ നമുക്കുള്ളൂ, ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓപ്ഷൻ എ വരുന്ന ക്ലിയർ ആയോ? 4ൻ്റെ മൂവ്മെൻറ്റ് വെച്ച് തന്നെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഡൈസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡൈസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിൽ കോമൺ ആയിട്ട് രണ്ടിലും കോമൺ ആയിട്ട് നിൽക്കുന്ന നമ്പർ ചൂസ് ചെയ്യുക, അത് ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റിൽ എടുക്കുക. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ട എന്താ? രണ്ടിലും കോമൺ ആയിട്ട് നിൽക്കുന്ന ആളെ ചൂസ് ചെയ്യാം. നിങ്ങളൊന്ന് ചെയ്യാൻ നോക്കിയത്, ഇത് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും. ആൻസർ കിട്ടിയോ? പെട്ടെന്ന് എഴുതാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് തുടങ്ങാം. ഇവിടെ ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 3, 2, 1 ആണല്ലോ. 3, 2, 1. അപ്പോൾ 3, 2, 1. ഇനി ഇവിടുത്തെ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ 3, 6, 4. 3, 6, 4 ആണല്ലോ. ഇനി നമ്മളിവിടെ നോക്കേണ്ടത് ഫേസ് കണ്ടെയ്നിങ് 1 on it. ഇതിൻ്റെ ഓപ്പോസിറ്റ്, വാട്ട് വിൽ കം ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു ദ 1. 1ൻ്റെ ഓപ്പോസിറ്റ് വരുന്ന നമ്പർ ഏതാ? 4 ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1ൻ്റെ ഓപ്പോസിറ്റ് 4 വരും. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ? അത്ര ഓക്കെ ആയല്ലോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് നേച്ചർ ഈസ് കോഡഡ് ആസ് ഇത്. അപ്പോൾ കോഡ്സ് തന്നിട്ടുണ്ട്, ഡേഞ്ചറിൻ്റെ കോഡ് കണ്ടുപിടിക്കുക. പെട്ടെന്ന് ചെയ്യാൻ നോക്കിയേ. ഇത് പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്കിവിടെ നേച്ചർ തിരിച്ചല്ലേ ഇട്ടേക്കുന്നേ. ഓക്കെ, NATURE നേച്ചർ, ഇവിടെ തിരിച്ച് NATURE തിരിച്ചങ്ങ് എഴുതിയേക്കുന്നേ ഉള്ളൂ. ഇത് സർക്കിൾ CIRCLE, അത് ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതിയേക്കുന്നു സർക്കിൾ. അപ്പോൾ ഡേഞ്ചറും തിരിച്ചെഴുതിയേക്കാണ്. ഡേഞ്ചർ തിരിച്ചെഴുതുക എന്ന് പറഞ്ഞാൽ
ആർ. ഓപ്ഷൻ 4 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 4 തിരിച്ചെഴുതിയേക്കുവാണ്, വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ അടുത്തതൊരു ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ചെയ്യാൻ നോക്കിയേ. എ ഇസ് ദ മദർ ഓഫ് ബി, ബി ഇസ് ദ സിസ്റ്റർ ഓഫ് സി, സി ഇസ് ദ വൈഫ് ഓഫ് ഡി, ഡി ഇസ് ദ സൺ ഓഫ് ഇ ഈസ് ദ വൈഫ് ഓഫ് എഫ്, എഫ് ഈസ് ദ ബ്രദർ ഓഫ് ജി. ഹൗ ഈസ് ഇ റിലേറ്റഡ് ടു സി? ഇതാണ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ചെയ്യാൻ നോക്കിയേ. ഓക്കെ, ഒരുപാട് സമയം ഇവിടെ എടുക്കേണ്ട കാര്യമില്ല, കാരണം ഇതൊരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്, വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ഈസ് ദ മദർ ഓഫ് ബി, എ ഈസ് ദ മദർ ഓഫ് ബി, ബി ഈസ് ദ സിസ്റ്റർ ഓഫ് സി, ബി ഈസ് ദ സിസ്റ്റർ. ഞാൻ സർക്കിൾ ഇടുന്നത് ഫീമെയിലിന് വേണ്ടിയിട്ടാണ്, സ്ക്വയർ ഇടുന്നത് മെയിലിന് വേണ്ടിയിട്ടാണ്, സ്ക്വയർ മെയിൽ. ഓക്കെ, A is the mother of B, B is the sister of C, C is the wife of D, C is the wife of D, D is the son of E, E is the wife of F. വരച്ചൊക്കെ പോയാൽ മതി. F is the brother of G, F is the brother of G. അപ്പോൾ how is E related to C? E is related to C, C ആയിട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ സിയുടെ ഹസ്ബൻഡിൻ്റെ മദറാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ മദറാണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ 4 ഹസ്ബൻഡ്സ് മദറാണ് ഈസ് റിലേറ്റഡ് ടു എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറഞ്ഞാൽ സിയുടെ ആരാണ്? സിയുടെ ഹസ്ബൻഡിൻ്റെ മദറാണ് ഇ എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ കിട്ടി കാണുമല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം നമുക്ക്. അടുത്തത് ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. എ പേപ്പർ ഈസ് ഫോൾഡഡ് ആൻഡ് കട്ട് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. തന്നേക്കുന്ന രീതിയിൽ നമ്മളൊരു പേപ്പർ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തേക്കുവാണ്. ഹൗ വിൽ ഇറ്റ് അപ്പിയർ വെൻ അൺഫോൾഡഡ്? നമ്മൾ ഇത് ആദ്യമേ ഇവിടുന്ന് നമ്മളൊരു സ്ക്വയർ ഷേപ്ഡ് റോംബസ് ഷേപ്ഡ് ഫിഗർ എടുത്തു. അതിൻ്റെ മുകളിലത്തെ 2 പോയിൻറ്റഡ് എൻഡും കൂടെ മടക്കി, പിന്നെ സൈഡിലത്തെ 2 പോയിൻ്റ് എൻഡും കൂടെ മടക്കി, എന്നിട്ട് നടുക്ക് നമ്മൾ ഇങ്ങനെ ഒരു കട്ടിങ്സ് ഉണ്ടാക്കി, ഇങ്ങനെ ഡയമണ്ട് ഷേപ്ഡ് കട്ടിങ് ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ വീണ്ടും അതിനെ തിരിച്ച് തുറക്കുവാണ്. അപ്പോൾ ഇതിലേത് ഫിഗർ ആയിരിക്കും നിങ്ങൾക്ക് വരിക? എല്ലാ ഫിഗറും കാണുന്നുണ്ടോ? ഇതിലേത് ഫിഗറാണ് നിങ്ങൾക്ക് വരിക? ആൻസർ പറഞ്ഞേ. ഇതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യമല്ല, ആൻസർ പറയാൻ പറ്റുന്നതേ ഉള്ളൂ. പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. ഏതാ ആൻസർ വരുന്നേ? അപ്പോൾ നമ്മൾ എന്തായാലും ഇതിനെ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ എന്തായാലും ഇവിടെ ആ ഫിഗർ വരും. അവിടെ ഫിഗർ വരും, എന്തായാലും ഇവിടെയും ഫിഗർ വരും, ഇവിടെ ഫിഗർ വരും. ഓക്കെ, പക്ഷേ ഈ നടുക്ക് ഈ ഫിഗർ വരത്തില്ല. ഓക്കെ, അപ്പോൾ ഈ 3 എണ്ണം ഇങ്ങനെ ഫിഗർ വരത്തില്ല, പക്ഷേ ഇവിടെ നടുക്കും വരത്തില്ല. കാരണം നടുക്ക് നമ്മളൊന്നും ചെയ്യുന്നില്ല, ആകെ 2 എണ്ണേ അവിടെ ഇടുന്നുള്ളൂ. അപ്പോൾ നടുക്കുള്ള ആ വെട്ട് വരത്തില്ല. നമ്മുടെ ആൻസർ എന്തേ വരത്തുള്ളൂ? ലാസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ലാസ്റ്റ് ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ലാസ്റ്റ് ഓപ്ഷൻ കിട്ടിയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഫിഗർ ബേസ്ഡ് ക്വസ്റ്റിനാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ സമയം തരാത്തത്. ഓക്കെ, കറക്റ്റ് എക്സാം എഴുതുന്നത് പോലെ തന്നെ പോകണം. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ റിലേറ്റഡ് ലെറ്റർ പെയർ ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്സ്. തന്നേക്കുന്നതിലെ കറക്റ്റ് ലെറ്റർ പെയർ നിങ്ങൾ കണ്ടുപിടിക്കാനാണ്. SUS ഉണ്ട്, NPN ഉണ്ട്. അപ്പോൾ ഇനി അടുത്തത് അത് റിലേറ്റ് ചെയ്തേക്കുന്ന ഏത് വെച്ചിട്ടാണ്? SUS ഉണ്ട്, NPN ഉണ്ട്. ഇനി അതേപോലത്തെ റിലേഷൻ ഇനി ഏതിലാണ് വരിക? ഇതാണ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് കണ്ടുപിടിച്ചത് തമ്മിലുള്ള റിലേഷൻ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ GDക്ക് വേണ്ടി റീസണിങ്ങിന് ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കണം. അത് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റും, പക്ഷേ
കുറഞ്ഞ ടൈമിൽ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പം മാത്സിന് കുറച്ചുകൂടെ സമയം നിങ്ങൾക്ക് കിട്ടും, ചെയ്യാനായിട്ട് കുറച്ചുകൂടെ സമയം കിട്ടും. ബാക്കിയുള്ള സബ്ജക്റ്റിന് നമുക്ക് അത്ര ഒരുപാട് സമയം വേണ്ടല്ലോ. നമുക്ക് വേണ്ടത് എന്താ, റീസണിങ്ങിനും മാത്സിനാണ് കുറച്ച് അത്യാവശ്യം സമയം പോകുന്നത്. അത് മാക്സിമം നിങ്ങൾ റീസണിങ്ങിന് കുറച്ച് സമയം എടുത്തിട്ട് മാത്സിന് കുറച്ചുകൂടെ സമയം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കിട്ടണം. ഓക്കെ, അപ്പോൾ നമ്മൾ SUS NPN എന്നാണ് വരുന്നത്. SUS എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, റിലേഷൻ നോക്കിക്കേ, NOPQRS അഞ്ചാമത് വരുന്നതാണ് എന്ന് പറഞ്ഞാൽ N കഴിഞ്ഞിട്ട് അഞ്ചാമത് വരുന്നത്. അപ്പോൾ P കഴിഞ്ഞിട്ട് QRSTU അഞ്ചാമത്തെ വേർഡാണ് U വരുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ടെണ്ണം വെച്ച് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. N കഴിഞ്ഞിട്ട് ഇങ്ങോട്ടാണ് പോകേണ്ടത്, J കഴിഞ്ഞിട്ട് Aലോട്ട് വരാൻ അഞ്ചൊന്നുമല്ല. ഇനി അടുത്ത U കഴിഞ്ഞിട്ട് VWXYZ അഞ്ചാമത് വരുന്നുണ്ട്. ഇനി അടുത്ത L കഴിഞ്ഞിട്ട് MNOPQ അഞ്ചാമത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ അഞ്ചാമത് രണ്ട് ലെറ്റേഴ്സ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി അടുത്തത് ഇവിടുത്തെ Nലോട്ട് Sലോട്ട് OPQRS അതും അഞ്ചാണ്. അപ്പോൾ ഇവിടെ T എന്ന് Yലോട്ടും UVWXY ഓക്കെ, അതും അഞ്ചാമത് വരുന്നുണ്ട്. അപ്പോൾ അഞ്ചിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ 2 ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഓക്കെ ആണോ കൺസെപ്റ്റ്? ഓക്കെ ആണല്ലോ? ഓക്കെ 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 ഇതിലെ കറക്റ്റ് മിറർ ഇമേജ് കണ്ടുപിടിക്കാനാണ്. ഇതിൽ ഒരുപാട് സമയം എടുക്കരുത്, പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. കറക്റ്റ് മിറർ ഇമേജ് ഏതാ? when the mirror MN is placed to the right side of the figure. അപ്പോൾ നമ്മൾ MN നമ്മൾ റൈറ്റ് സൈഡ് ഓഫ് ദ ഫിഗറിൽ പ്ലേസ് ചെയ്യുന്നു മിറർ. അപ്പോൾ ഇതിൻ്റെ ഏത് ഇമേജ് ആണ് നമുക്ക് കിട്ടുക? അപ്പോൾ കിട്ടുന്ന ഇമേജ് എന്തായാലും എല്ലാം ഒരു ട്രയാങ്കിൾ ഷേപ്ഡ് ആയിരിക്കും. ആകെ വ്യത്യാസം വരുന്ന ഇവിടെ ഒരു ക്രോസ് പോലെ ഒരെണ്ണം ഉണ്ട്, നടുക്ക് ഇങ്ങനെ ഒരു ക്രോസ് പോലെ ഒരെണ്ണം ഉണ്ട്. അത് ഇപ്പുറത്ത് വന്നാലും ക്രോസ് പോലെയല്ലേ ഇരിക്കത്തുള്ളൂ. മിറർ ഇമേജിന്റെ പ്രത്യേകത എന്താ? മിററിനോട് അടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം മിററിന്റെ ഇപ്പുറത്തെ സൈഡും അടുത്ത് തന്നെ ഇരിക്കണം. ഈ ഒരു മിററിന്റെ ഈ ക്രോസ് സൈൻ നോക്കിക്കേ, ഈ ആരോരെ ഈ രണ്ട് സ്ഥലമാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രണ്ട് സ്ഥലം തന്നെ ഇങ്ങോട്ടും വരിക, ഇങ്ങോട്ടും വന്നു. അപ്പോൾ ഫിഗർ എന്ത് തന്നെയാ? ഇതാണ് നമുക്ക് ഫിഗർ ആയിട്ട് വരുന്നത്. എന്തായാലും ആരോ അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും ഇങ്ങനെയൊന്നും പോയി വരത്തില്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഇതാണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അത്യാവശ്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം എല്ലാവർക്കും ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ നമ്മൾ വെച്ചിരുന്നത്. കാരണം നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ് നമുക്കിനിയുള്ളത്. അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ വരത്തില്ല. നിങ്ങൾ പാനിക്കായിട്ട് തെറ്റിക്കാതിരുന്നാൽ മതി. എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.